ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് ബാവ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ബാവ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ കർണാടകയും വയനാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു അതിർത്തി ഗ്രാമമാണ് ബാവ്ലി എന്ന് പറയുന്നത്. ഏകദേശം മാനന്തവാടിയിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ ബാവ്ലി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെ പണി തുടങ്ങിയിട്ടുണ്ട്. അവർ വിചാരിക്കുന്നതല്ല, അവർക്ക് മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീൻ പിടിക്കണം, അത്യാവശ്യം മീനായിട്ട് നമുക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹങ്ങൾ. പിന്നെ പോരാത്തതിന് മീനിന് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിനകത്ത് മീനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു തുണിയൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിനകത്തൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത്. വിചാരിച്ച പോലെ അത്രയും അധികമൊന്നും കിട്ടിയില്ല, എന്നാലും കുറച്ചൊക്കെ വേണ്ടത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു. മീനിനെ മാത്രമല്ല കേട്ടോ, ഇതേ ഈ ഐറ്റത്തിനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിന്ന് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് സ്നാക്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നാക്സ് മാത്രമല്ല വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നിന്നപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് വേറൊരു സ്ഥലത്ത് കൂടെ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങളെ നാട് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ വേണ്ടി പോയി. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വയലൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നു. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കിതേ കണ്ണുകളുടെ എല്ലാ സാധനങ്ങളും മേടിച്ച് കഴിച്ചിട്ടുണ്ടായി. അതും പോരാഞ്ഞിട്ട് കൂടെയുള്ള ഗായകന്മാരുടെ പാട്ടും കേട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ബൈ.